അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആല ചിലതിനേക്കാളും വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. ഏതൊരു വസ്തു എടുത്ത് നോക്കിയാലും നമുക്ക് അങ്ങനെ കാണാം. മനുഷ്യന്മാരിലും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ലല്ലോ. ചില മനുഷ്യന്മാർ അല്ലാഹു തആല വലിയ ബഹുമാനം നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ അവർ ലോകത്ത് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള ഒരു കൂട്ടരാണ് പ്രവാചകന്മാർ. അതുപോലെ തന്നെ സഹാബാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അഖ്താബീങ്ങൾ, അങ്ങനെ പല വിഷയത്തിലും നാടുകളെ കൂട്ടത്തിലും അങ്ങനെ തന്നെ മക്കയും മദീനയും വലിയ ബഹുമാനമുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും എല്ലാ വിഷയത്തിലും എല്ലാം ഒരുപോലെയല്ല, എല്ലാത്തിനും ഒന്നുണ്ട് വ്യത്യാസമുണ്ട്. അതേപോലെ മാസങ്ങളെ കൂട്ടത്തിൽ എല്ലാ മാസവും ഒരുപോലെയല്ല. നമുക്കറിയാം, സയ്യിദ് ഷുഹൂർ എന്നറിയപ്പെടുന്ന എല്ലാ മാസങ്ങളുടെയും നേതാവാണ് റമദാൻ മാസം. റമദാൻ മാസം സാധാരണ ഒരു മാസം പോലെ അല്ലല്ലോ. അപ്പോൾ ആ റമദാൻ മാസം വലിയ ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലോകം വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു മാസമാണ് റബിയുൽ അവ്വൽ. അങ്ങനെ തുടങ്ങി ധാരാളം മാസങ്ങൾ, ദുൽഹിജ്ജ, മുഹറം മാസം, അങ്ങനെ വലിയ ബഹുമാനമുള്ള മാസമുണ്ട്. റമദാന് ഏതായാലും എല്ലാം കൊണ്ടും വലിയ ബഹുമാനമുള്ള മാസമായതുകൊണ്ട് തന്നെ റമദാനിൻ്റെ തൊട്ട് മുമ്പുള്ള 2 മാസവും വലിയ ബഹുമാനമുള്ളതാണ്. അഥവാ റജബ് മാസം, ഇപ്പോൾ നമ്മൾ റജബിലെത്തി. ഈ റജബ് മാസം അങ്ങോട്ട് ഇനി റമദാനെ വരവേൽക്കുകയാണ്. റമദാനിലേക്കുള്ള പ്രചരണമാണ്. റമദാനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ. റമദാൻ അത് നമുക്ക് വലിയൊരു ആനന്ദമാണ്, നമുക്ക് വലിയൊരു ആഘോഷമാണ്, നമുക്ക് വലിയൊരു ആശ്വാസമാണ്, നമുക്ക് വലിയ പ്രതീക്ഷയാണ് റമദാൻ എന്നുള്ളത്. ആ റമദാനിനെ വരവേൽക്കുകയാണ് നാം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതാണ്. എല്ലാവരും ദുആ ചെയ്യണം, അല്ലാഹുവേ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ. റമദാൻ എങ്ങനെയെങ്കിലും ഒന്ന് നമ്മിലേക്ക് എത്തണം. അതിന് വേണ്ടി നാം എല്ലാ സമയത്തും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. റമദാൻ എത്തിയാൽ അത് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ, ധാരാളം നന്മകൾ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വലിയൊരു മാസമാണ് റമദാൻ. ഏതായാലും ആ റമദാന് മുമ്പുള്ള ഈ ഷഅബാനും റജബും, ഈ 2 മാസവും അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. റജബ് മാസവും സാധാരണ മാസമല്ല. റജബ് മാസത്തിനും വലിയ ബറക്കത്തുണ്ട്. റജബ് മാസം ബറക്കത്തിൻ്റെ മാസമാണ്. റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമദാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. റമദാൻ എൻ്റെ സമുദായത്തിൻ്റെ മാസമാണ്. ആ റജബ് ഷഹറു റജബിൻ ഷഹറുൻ ലിസ്സഖി, അത് കൃഷി ചെയ്യാനുള്ള മാസമാണ്, വിത്തിടാനുള്ള മാസമാണ് റജബ് മാസം. വശഅബാനു ഷഹറു സഖി ലിസ്സഖി, അതെ, ആ കൃഷികളെ നനച്ച് അതിനെ കൂടുതൽ അതിനു വേണ്ടി അധ്വാനിക്കേണ്ട, ഒരുങ്ങേണ്ട ഒരു മാസമാണ് ഷഅബാൻ എന്നുള്ളത്. റമദാനു ഷഹ്റു ഹസാദിസ്സഇ, കൃഷികളെ കൊയ്തെടുക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. അപ്പോൾ റജബ് മുതൽക്ക് തന്നെ നാം സാധാരണ റമദാൻ എന്ന് പറയുമ്പോൾ റമദാൻ ഷഅബാൻ അവസാനത്തിൽ റമദാൻ മാസപ്പിറവി കാണലോടുകൂടി, അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തീകരിച്ച് റമദാൻ 1-ാവലോടുകൂടി അതിൽ അങ്ങോട്ടാണ് റമദാൻ എന്നുള്ളൊരു ബോധം പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. അന്നു മുതൽ ഒരുങ്ങും, റമദാനായി, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി തറാവീഹ് നിസ്കാരം, നാളത്തെ നോമ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. പോരാ, റജബ് മുതൽക്ക് തന്നെ റമദാനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലായിരിക്കണം നാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇനി അങ്ങോട്ട് നമ്മുടെ ചിന്ത റമദാൻ. ആ റമദാൻ എങ്ങനെ സ്വീകരിക്കണം, റമദാൻ എനിക്ക് എന്തെല്ലാം ചെയ്യണം, ഈ വർഷം എനിക്ക് എന്തെല്ലാം ചെയ്യണം. കഴിഞ്ഞ റമദാൻ യാത്ര പറഞ്ഞിട്ട് 1 വർഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 1 വർഷത്തിൻ്റെ ഇടയിൽ
എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ എത്രയാണ്. കഴിഞ്ഞ വർഷം റമദാനിൽ ധാരാളം നല്ല കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഓരോരോ ദിവസവും ഓരോരോ മണിക്കൂറും ഓരോരോ മാസങ്ങളും നാം ചെയ്ത തെറ്റുകൾ എത്രയാണ്. ആ തെറ്റുകളൊന്ന് ഓർത്ത് റജബ് മാസത്തിൽ അള്ളാഹുവിനോട് അതിൽ നിന്നെല്ലാം തൗബ ചെയ്ത് വളരെ നല്ല നിലയ്ക്ക് ഒരുങ്ങി ആ റജബ് മാസം കഴിഞ്ഞാൽ ഷഅബാന്, അതോടുകൂടി റമദാൻ വരുമ്പോൾ പൂർണ്ണമായും സ്വീകരിക്കാൻ ഒരുങ്ങി ആ നിലയ്ക്ക് നല്ല ശുദ്ധിയായ കൽബോടുകൂടി റമദാനെ സ്വീകരിക്കാനായിരിക്കണം ഈ റജബ് മാസം കൊണ്ട് നാം ഒരുങ്ങേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ വർഷത്തെ റജബിലും ഷഅബാനിലും അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അള്ളാഹ്. റമദാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ അള്ളാഹ്. റമദാനിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം വളരെ നല്ല നിലയ്ക്ക് ആവേശത്തോടെ ഈമാനൻ വഹ്തിസാബൻ വളരെ നല്ല വിശ്വാസത്തോടെ ആ റമദാനിനോടുള്ള അങ്ങേറ്റത്തെ ആ ഓരോ ഇബാദത്തിനോടുള്ള ആവേശത്തോടെ വളരെ നല്ല കൂലി ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് റമദാനിൽ ഒരു നന്മ ചെയ്താൽ ഒരു ഫർദെടുത്തതിൻ്റെ കൂലിയാണ് ഒരു സുന്നത്തിനിക്ക്. ഒരു ഫർദെടുത്താൽ 70 ഫർദിൻ്റെ കൂലിയല്ലേ. അങ്ങനെ ആ കൂലികൾ ഇങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് ഈ വർഷം ധാരാളം കൂലികൾ സമ്പാദിക്കണം, ധാരാളം നന്മകൾ എനിക്ക് ചെയ്യണം. അതിനു മുമ്പ് തന്നെ എൻ്റെ കൽബൊന്ന് ശുദ്ധിയാക്കണം. ഈ നിലക്ക് നല്ല ചിന്തയോടുകൂടി ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ഓരോരോ ദിവസങ്ങളും നാം റമദാനിലേക്കുള്ള കാൽവെപ്പാണ് എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനുമായി ബന്ധപ്പെട്ട് ഷഅബാനിൻ്റെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്കത് ഓരോന്നും ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.